അനന്ത ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ക്രാഫ്റ്റ് വാസ് ഞാൻ ഉണ്ടാക്കുന്നതില്ല, പക്ഷെ ഞാനിപ്പോൾ ഐഡിയ പറഞ്ഞുതരാം. എന്നിട്ട് വേറൊരു ദിവസം നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും. പക്ഷേ ഞാൻ ഫോട്ടോ ടാഗ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഫോട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഇടാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇടുക, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പല ഐഡിയാസും നിങ്ങൾക്ക് അറിയുമായിരിക്കും, പല രീതിയിലുള്ള ഐഡിയാസും. അപ്പോൾ ഞാനിപ്പം ഒരു സ്റ്റാറിൻ്റെ പിക്ചർ വരച്ചു. അതിനുശേഷം അതിനുള്ളൊരു സെലോ ടേപ്പ് വശം ഒട്ടിക്കുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ട്രിക്ക്, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ഇങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്നൊരിതിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകണം. ഒരു പാത്രത്തിലാക്കി കൊണ്ടുപോയാലും മതി, ഒരു കുഞ്ഞു ഡപ്പയിലാക്കി കൊണ്ടുപോയാലും മതിയല്ലോ. അങ്ങനെ ചെയ്തിട്ട് പക്ഷേ അതെല്ലാവരും മുമ്പ് ഒട്ടിക്കുന്നു. അതിനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നൊരു ഐഡിയ ആണ്. ഇതെൻ്റെ സ്വന്തം ഐഡിയ അല്ല. അവൾക്കതെങ്ങനെ അറിയാതെ അതെനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് വേണ്ട പിക്ചർ വരയ്ക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പശ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പശ, ഫെവിസ്റ്റിക്കോ ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നില്ലേ? ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫെവിസ്റ്റിക്കാണ് ഗൈസ്. ഞാൻ ക്യാമറ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തു പോയി, സോറി. ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിസ്റ്റിക്കാണ്. പക്ഷെ ഞാൻ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഇടുന്നില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ചെയ്യും ഫോട്ടോ, അതിനടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം ഒരു പേപ്പർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത്, ഞാൻ കുറേ നേരമല്ല പറയുന്നു അല്ലേ. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഈ ഒരു പശയോ അല്ലെങ്കിൽ വേറെ പശ തേച്ച് എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് പരമാവധി ഇത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഇത്ര ഉള്ളതിന് റേറ്റ് വന്നിട്ട് 15 രൂപയുള്ളൂ. മറ്റേ അത്യാവശ്യം വലിയ ഒരിതില്ലേ, ഇത്രയൊക്കെ വലിയ നല്ല തടിയുള്ളതിന് 25 രൂപയുള്ളൂ. വളരെ പൈസ കുറഞ്ഞിട്ടുള്ള പശയാണ്. 10 രൂപേൻ്റെ ഫെവിക്കോളുണ്ട്, അത് വേറെ കാര്യം. എന്നാലും നല്ല അത്യാവശ്യ സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഒട്ടാൻ കുറച്ച് പണിയുള്ളൊരു പശയാണ്. പക്ഷേ ഇതങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടുന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുവരായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ഞാൻ ഒരിക്കലും അറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടായിരിക്കും, അത് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്. ഓക്കെ. ഇത് വെച്ച് അതിൻ്റെ അടിയിൽ ഒട്ടിക്കുക. എന്നിട്ട് ഇത് ഉണങ്ങാൻ വെക്കുക. നല്ലോണം ഉണങ്ങണം. നമ്മൾ കൈ വെച്ചാൽ ഒട്ടാത്ത പരുവത്തിലായിരിക്കണം. അങ്ങനെ കൈ വെക്കുമ്പോൾ ഒട്ടരുത്. ആ ഒരു പരുവത്തിന് നല്ലോണം ഉണങ്ങി കിട്ടിയാൽ അത് നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം തന്നെ എടുക്കേണ്ടി വരും അത് ഉണങ്ങി കിട്ടാൻ. അതിലേക്ക് നിങ്ങൾ കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം, നമ്മൾ ഒരുപാട് വെള്ളമാക്കി അതിങ്ങനെ ഗ്ലംഗ്ലി ആയിട്ട് ഒട്ടത്തില്ല. ഗ്ലംഗ്ലി എന്തോ ഒരു സംഭവം, അത് ഒട്ടത്തില്ല. അതിനിങ്ങനെ എന്താ പറയുക, ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു വിരലിൽ നമ്മളിങ്ങനെ കൈ കഴുകുമ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടാവില്ലേ കയ്യിൽ, ആ വെള്ളം പോലും വേണ്ട. ഒരു വിരലെടുത്ത് ഇങ്ങനെ ഇപ്പം ഈ ഒരു കയ്യിൽ വെള്ളം എടുത്തതിന് ശേഷം ആ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ആ എടുത്തതിൽ ഇങ്ങനെ ഒന്ന് തേച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നിങ്ങനെ ഒരു ഇതായിട്ട് ഒരു എന്താ പറയുക, ഒരു ക്രീം പരിവം അങ്ങനെ എന്തെങ്കിലും ആവും. അപ്പോൾ അത് ബുക്കത്തേക്ക് ഈ ഒരു ഐഡിയ എനിക്ക് അവൾ പറഞ്ഞു തന്ന രീതിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ചെയ്തിട്ടായിരുന്നു വീഡിയോ ഇടുക. ചെയ്യുന്ന വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ തുറന്നു, അതുകൊണ്ട് തന്നെ വീഡിയോ കുറവായിരിക്കും. പക്ഷെ ശനിയും ഞായറും ഞാൻ പരമാവധി 2-3 വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പക്ഷെ ഈ ശനിയും ഞായറും എനിക്ക് ഇടാൻ കഴിയില്ല എന്നൊരു ഇതുണ്ട്. എന്താ പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു കല്യാണമുണ്ട്. ഇവിടെയല്ല, എൻ്റെ അമ്മേൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും അടുത്ത ഞായർ ശനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഞാൻ വീഡിയോ ഉറപ്പായിടുന്നതായിരിക്കും. എങ്കിലും ഞാൻ കുട്ടി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാണ് ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് ചെയ്തൊരു സ്റ്റിക്കറാണ്. ഇത് നോക്കണ്ടേ, ഇത് സാധാ സ്റ്റിക്കറാണ്. സെലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഇമോജി വരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഒരാൾക്കും അറിയാണ്ടുണ്ടാവില്ലേ, ഒരു വട്ടം വരയ്ക്കും.